ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. പോഷണം സ്വേന രൂപേണ വൈകുണ്ഠേ ത്വം കരോഷി ച ഭൂമൗ ഭക്തവിപോഷായ ഛായാരൂപം ത്വയാ കൃതം. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മളപ്പോൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഈ ഭക്തിയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് തന്നെ അത് ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഭഗവാനാൽ നേരിട്ട് തന്നെ, ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ് ഭക്തി എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഈ ഭൂമിയിൽ കാണുന്ന സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടി നമുക്കറിയാം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ നേരിട്ട് സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ആ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ മുക്തി എന്ന ദാസിയെയും 2 പുത്രന്മാരെയും, ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാരെയും കൊടുത്തു എന്ന് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയുന്നത്, അപ്പോൾ ഭഗവാൻ ഈ ഭക്തിയിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ ഭഗവാന്റെ സങ്കല്പം എന്താണോ അതിനനുസരിച്ച് വർത്തിക്കാൻ തയ്യാറായിരുന്ന ഈ ഭക്തിദേവിയിൽ ഭഗവാൻ പ്രസാദിച്ചു എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നതാണ്, എങ്ങനെയാണ് ഭക്തിദേവി ഭഗവാന്റെ ഇരിപ്പിടത്തിൽ, ഭഗവാന്റെ ലോകത്തിൽ വർത്തിച്ചത്. കഴിഞ്ഞില്ല, അവിടം കൊണ്ട് മാത്രമായില്ലല്ലോ. അപ്പോൾ ഭൂമിയിലേക്ക് എങ്ങനെയാണ് ഭക്തിദേവിയുടെ പ്രവർത്തനം എന്നാണ് പറയുന്നത്. പറയാണ് പോഷണം. പോഷണം എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കുക അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്തുക. സ്വേന. സ്വേന എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ഒരു യഥാർത്ഥ ഭാവം എന്താണോ അതേപോലെ. സ്വേന രൂപേണ. രൂപേണ എന്നാൽ രൂപത്തിൽ. അപ്പോൾ യാതൊരു കലർപ്പുമില്ലാത്ത തൻ്റെ യഥാർത്ഥ ഭാവം എന്താണോ, തൻ്റെ യഥാർത്ഥ രൂപം എന്താണോ അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ വൈകുണ്ഠേ, വൈകുണ്ഠത്തിൽ ത്വം. ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണല്ലേ, അതുകൊണ്ട് നീ ഭക്തിദേവിയോട് പറയുകയാണ്. അപ്പോൾ ഈ ഭക്തിദേവി, അല്ലയോ ഭക്തിദേവി, അവിടുന്ന് കരോഷി ചെയ്യുന്നു. അപ്പോൾ വൈകുണ്ഠ ലോകത്തിൽ ഭക്തിദേവിക്ക് യാതൊരു കലർപ്പുമില്ലാതെ അവിടെ ഈ ഭക്തിയെ അങ്ങനെ പോഷിപ്പിക്കുന്നു. കാരണം ഭഗവാൻ വൈകുണ്ഠത്തിൽ യാതൊരു തരത്തിലുമുള്ള കലർപ്പില്ലാത്ത ഒരു ലോകമാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്, അല്ലേ. ഭഗവാൻ തന്നെ യാതൊരു കലർപ്പുമില്ലാത്തതാണ്. അങ്ങനെയുള്ള ഭഗവാനെങ്കിലേക്ക്, ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിലെ ഈ കലർപ്പുകളൊക്കെ നീങ്ങണം. അപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരിൽ ഭക്തി അതുകൊണ്ട് തന്നെ യാതൊരു കലർപ്പുമില്ലാതെ തൻ്റെ യഥാർത്ഥ ഭാവം എന്താണോ അതേ ഭാവത്തിൽ തന്നെ ആ ഭക്തിയെ അങ്ങനെ പോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, പുഷ്ടിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാലോ ഭൂമൗ, ഈ ഭൂമിയിൽ ഭക്തവിപോഷായ, ഭക്തന്മാരെ പോഷിപ്പിക്കുന്നതിനായിക്കൊണ്ട്, അവരെ പുഷ്ടിപ്പെടുത്തുന്നതിനായിക്കൊണ്ട്, അവരുടെ ഉള്ളിലെ ആ ഭക്തിയെ വളർത്തി അങ്ങനെ അതിനൊരു ഊർജം നൽകുന്നതിനായിക്കൊണ്ട്, അതിനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായിക്കൊണ്ട് ഛായാരൂപം. ഛായ എന്ന് പറഞ്ഞാൽ പ്രതിബിംബം. ആ ഛായാരൂപത്തെ, പ്രതിബിംബത്തെ ത്വയാ, നിന്നാൽ, ഭക്തിദേവി അല്ലയോ നിന്നാൽ കൃതം ചെയ്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഭഗവാന്റെ ഭക്തന്മാരിൽ ആ ഭക്തിയെ വളർത്തുന്നതിനായിട്ട് ഭക്തിദേവി അവിടുന്ന് ഒരു പ്രതിബിംബത്തെയാണ് നീ തന്നെ സൃഷ്ടിച്ച്, അല്ലയോ ഭക്തിദേവി നീ ഇവിടെ ഭൂമിയിലും വർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാനാൽ സൃഷ്ടിതമായിട്ടുള്ള ഭക്തി വൈകുണ്ഠത്തിൽ അതിൻ്റെ പൂർണ്ണഭാവത്തിൽ യാതൊരു മായയുമില്ലാതെ അങ്ങനെ അവിടെയുള്ളവരിൽ ഭക്തി, ആ ലോകത്ത് ഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതിബിംബത്തെ സൃഷ്ടിച്ചുകൊണ്ട് വൈകുണ്ഠത്തിൽ മാത്രമല്ല ഈ ഭൂമിയിലുള്ള ഭക്തന്മാരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്കും വന്നിരിക്കുന്നു. ആ പ്രതിബിംബത്തിനാണ് ഭൂമിയിലുള്ള ഭക്തന്മാരെ പോഷിപ്പിക്കുന്ന ഉത്തരവാദിത്വം.
അതിനാകട്ടെ ഒരല്പം കലർപ്പുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ പാദത്തിൽ യാതൊരു കലർപ്പുമില്ലാതെ, അല്ലെങ്കിൽ തൻ്റെ യഥാർത്ഥ ഭാവം എന്താണോ അതേപോലെ അതേപോലെയാണ് വൈകുണ്ഠത്തിൽ ശോഭിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്നൊക്കെയുള്ള നമ്മൾ ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഭൂമിയിലുള്ള ഭക്തന്മാരെ പോഷിപ്പിക്കുന്നതിന് ഭക്തിദേവി തന്നെ ഭൂമിയിലേക്കും വന്നിരിക്കുന്നു. എങ്ങനെ? തൻ്റെ പ്രതിബിംബത്തെ സൃഷ്ടിച്ച് അതിനെ നിയോഗിച്ചുകൊണ്ട്. ആ പ്രതിബിംബത്തിൽ നമുക്കറിയാം, നമ്മളൊരു കണ്ണാടിയിൽ നോക്കിയാൽ നമ്മളിൽ കലർപ്പില്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ കാണുന്നത് നമ്മുടെ കലർപ്പില്ലാത്ത ഭാവം തന്നെയായിരിക്കും. ഒട്ടും കേടുകൂടാത്ത, അഴുക്കു പിടിക്കാത്ത ഭാവം തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ ഈ ഭൂമിയിലേക്ക് ഭക്തിദേവി തൻ്റെ പ്രതിബിംബത്തെ നിയോഗിച്ച് വിടുമ്പോൾ ഓരോ യുഗത്തിനനുസരിച്ച് ഭക്തന്മാരുടെ ഭക്തി എപ്രകാരമാണോ ഭഗവാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഏത് ഭാവത്തിലാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ പ്രതിബിംബത്തിൽ വരുത്തിക്കൊണ്ടാണ് വിട്ടിരിക്കുന്നത്. അത് നമുക്ക് ഓരോ യുഗങ്ങളിലെ എടുത്ത് നോക്കിയാൽ, സത്യയുഗം, അതേപോലെ ത്രേതായുഗം, ദ്വാപരയുഗം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വളരെ ഭിന്നമായിട്ടുള്ളതാണ് കലിയുഗത്തിലെ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ യുഗത്തിലും ഈ ഭക്തിദേവി തനിക്ക് ചെറിയ 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 മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട്. അഥവാ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഭക്തരുടെ ഏത് പ്രകാരമാണോ ഭഗവാനെ ഭജിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ഏത് തരത്തിലുള്ള ഭക്തിയാണോ ഭഗവാനിലേക്ക് ഭക്തരിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ച് ഓരോ ഭക്തരിലും ഭക്തിയുടെ ഭാവത്തിന് മാറ്റം കാണുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഓഷണം സ്വേന രൂപേണ വൈകുണ്ഠേ ത്വം കരോഷി ച ഭൂമൗ ഭക്തവിപോഷായ ഛായാരൂപം ത്വയാ കൃതം. ഇനി ഇത് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊതുവെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്, അതിനകത്ത് വിസർഗങ്ങളൊന്നും ഇല്ല താനും. ഭൂമൗ ഭക്തവിപോഷായ, ഇതൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ വായിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നുന്നില്ല. ഹരേ കൃഷ്ണ.